ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ കുളം നിറഞ്ഞ് നിൽക്കുകയാണ്. അടിയിലൊരു 6 ഇഞ്ച് പൈപ്പ് കൊടുത്തിക്കണ്. അതേപോലെ തന്നെ മേലെ 4 ഇഞ്ച് പൈപ്പും കൊടുത്തൊരു കുത്തൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് അപ്പോൾ നമ്മൾ അത് മൊത്തം കാലൊക്കെ കുഴിച്ചിട്ട് സെറ്റാക്കണ വീഡിയോ ആണെന്ന്. നമ്മളെ കുളത്തിൽ ഏതാ കണ്ണീര് വെള്ളം നിറഞ്ഞ് നിൽക്കണം കേട്ടോ. അതായത് മിഞ്ഞാന്ന് വന്നിട്ട് ഞാൻ കൊണ്ടുവരാ പൈപ്പ് ഇട്ട് എനിക്ക് നിറഞ്ഞു വെച്ചിട്ട് പോകും. അപ്പോൾ ഈ ആദ്യത്തെ പൈപ്പ് നമ്മൾ തുറക്കാൻ പോവാണ്. നടുവിൽ ഇതിൻ്റെ നടുവിലൊരു ഫില്ലർ വെച്ചിട്ടാണ് അപ്പോൾ തുറക്കണ വീഡിയോ കൂടി ഇട്ടോ. നല്ല ശരിയായിട്ട് ധരിക്കണം. അല്ലേ ശരിയാ തുറക്കോ? അതെടുത്തോ അതല്ലെങ്കിൽ പോവും. നല്ല ശുദ്ധമായ വെള്ളല്ലേ. സുഹൃത്തുക്കളെ, നമ്മളെ കുളം മൊത്തം വറ്റിയിട്ടുണ്ട്. വെള്ളം നിന്ന് അടയാളം കാണുന്നുണ്ടല്ലേ. ആ ലെവലിൽ വെള്ളം ഉണ്ടായിരുന്നു. മൊത്തം 6 ഇഞ്ച് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് മൊത്തം വറ്റിപ്പോയി. കണ്ടില്ലേ, കളർ മാറ്റം കണ്ടില്ലേ അവിടെ? അത്ര വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, മൊത്തം വറ്റി വരണ്ടു. ഇനിയിപ്പോൾ ഞങ്ങളിതാ പൈപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കുഴികളും കുത്തിവെച്ചിട്ടുണ്ട്. ഈ കുഴിയിൽ മൊത്തം ചുറ്റുമാകും കാല് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. നടുവിൽ വലിയ രണ്ട് കാല് കുഴിച്ചിട്ടുണ്ട്. കാരണം പിന്നീടൊരു സംഭവം ചെയ്യാനുള്ള അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നടുവിലൊരു കാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വറ്റിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ രാമക്കല്ലുണ്ട് കേട്ടോ. കണ്ടോ, ഇത് രാമക്കല്ല. ആമനുണ്ടാക്കിയ സിമെൻറ്റ് കൊണ്ട്. അങ്ങനെയാണ് സംഭവമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സംഭവങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വർക്ക് ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തേക്ക് മാറ്റിയിട്ടു. കാരണം ചുറ്റുമാവും കാലുകൾ കുറേ 5 അടീൻ്റെ കാലുകൾ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് കുളം വറ്റിച്ചത് നടുവിൽ നല്ല രണ്ട് ഫില്ലർ വെക്കാനാണ്. കാരണം ഈ നെറ്റ് കെട്ടുമ്പോഴൊക്കെ ഒന്നായിട്ട് അതിലേക്ക് താന്നു പോകാതെക്കാനേ കുറച്ച് ഹൈറ്റിൽ കുറച്ച് പൈപ്പൊക്കെ നല്ല 2 ഫിറ്റാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഈ കാലേറ്റ് ചെറിയൊരു പരിപാടി ഉണ്ട്. അത് പിന്നീട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു കാല് കുഴിച്ചിട്ട് രണ്ടാമത്തെ കാല് കുഴിച്ചിട്ടാണ്. അപ്പോൾ ഈ ചവിടി മണ്ണായതുകൊണ്ട് നടുവിൽ എന്തില്ല, ഉറവില്ല. അതുകൊണ്ട് നമുക്ക് കുഴി കുത്താനും ഒക്കെ ഇതിനൊരു എളുപ്പമായി കിട്ടിട്ടോ. അപ്പോൾ ആ മണ്ണെറിഞ്ഞ ആ ഭാഗത്തായിരുന്നു ചെറിയ ലീക്ക്. അപ്പോൾ ഞാൻ മറ്റോ കോൺക്രീറ്റിന് പോയപ്പോൾ ഹെൽപ്പർ കോൺക്രീറ്റിന് പോയ ഗ്യാപ്പിന് കുറച്ച് മണ്ണൊക്കെ ഉരുട്ടിയിട്ട് അവർക്ക് ഇങ്ങനെ എറിഞ്ഞ് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പുറത്ത് ചെറിയ ഉറവ് പോലെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ 6 ഇഞ്ച് പൈപ്പ്, മേലെ 4 ഇഞ്ച് പൈപ്പാണ് ഉള്ളത്. 4 ഇഞ്ച് പൈപ്പിൻ്റെ കറക്റ്റായിട്ട് വെള്ളം നിന്നിരുന്നു. അപ്പോൾ അതാ വൈകുന്നേരം 6:30 മണിയായതോടുകൂടി എല്ലാ പണിയും തീർന്നിട്ടോ. 6:30 മണി ഇരുടായി തുടങ്ങി. അപ്പോൾ അതാ കുളത്തിൻ്റെ ഉള്ളിലത്തെ സൈഡിലത്തൊക്കെ പണി കഴിഞ്ഞിട്ടോ മക്കളെ. ഇനി നമുക്ക് ഇതിനുമേ നെറ്റ് കെട്ടിയിട്ട് ഉള്ളിലൊക്കെ സൈഡിലൊക്കെ പച്ച ചാക്ക് ഇങ്ങനെ വെച്ച് നല്ല സെറ്റാക്കി ഇതാക്കാനുള്ള. ഇത് പിന്നീട് നമുക്കൊരു പാല നമുക്ക് കൂടെ വരുത്താനും. അപ്പോൾ തൽക്കാലം നമുക്ക് കയറിട്ടുമ്പോൾ തൂങ്ങാതെക്കാനുള്ള കാലമാണിത്. അപ്പോൾ ഇനി പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.